ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയപ്പമാണ്. റവ വെച്ചിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇലയപ്പം ഉണ്ടാക്കുന്നത് കാണാം എങ്ങനെയാണെന്ന്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ഇല, വാഴ ഇലയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വെള്ളം നനച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല തിളയ്ക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് ചൂടായാൽ മതി. ഈ റവ ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കണ്ട, ഇച്ചിരി ഒരു ഇതാവുന്നത് വരെ ഒന്ന് അനത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് റവ നമ്മളെ ഇരുമ്പിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആ നേരത്തിന് വെള്ളം അനക്കും കേട്ടോ. അനക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇന്ന് രാവിലെ മോളെടുത്ത് ചോദിച്ചു, മോളെ നിനക്ക് ഉപ്പുമാവ് വേണോ ഇലയപ്പം വേണോ എന്ന് ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞ് ഉമ്മ ഇലയപ്പം മതി എന്ന് പറഞ്ഞു, റവ വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ റവ വെച്ച് പിന്നെ ഇലയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഞാൻ ശർക്കരയല്ല എടുക്കണത് കേട്ടോ, പഞ്ചസാരയും തേങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് അനക്കണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഇതൊന്ന് അങ്ങോട്ട് മാറിയാൽ മതി കേട്ടോ. ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട്. ചൂടായി അങ്ങനെ തീ ഓഫ് ചെയ്ത് വെച്ച് ഇതും കുറഞ്ഞ തീയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടൊന്ന് അനത്തിയെടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറട്ട് നമ്മൾ ഈ കൊണ്ടുവച്ചിരിക്കുന്ന വാഴയില ഉണ്ടല്ലോ, വാഴയില നമുക്കിനി അതിനെ വൃത്തിയാക്കി എടുക്കാം. ഇതാക്കണ്ട വാലാക്കോലൊക്കെ കിടക്കണത് കട്ട് ചെയ്ത് ഇതുണ്ട വാലാക്കോല കിടക്കയില്ലേ. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഇല നമ്മൾ വറുത്ത് വെച്ചില്ലേ, വറുത്ത് വെച്ച ഈ റവ, ചൂടാക്കി വെച്ച റവ ഇതിലേക്ക് ഇടാം. കളയണം അന്തം. എല്ലാം ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് കണ്ടോ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. പറഞ്ഞാൽ ഇത്തിരി അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ കുഴച്ചെടുക്കണ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ ഇട്ടതിന് ശേഷം അപ്പോൾ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ തഴവി ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പൊഴിച്ച് കൊടുക്കാം. പൊടിയുപ്പല്ല, ഞാൻ ഈ വെള്ളം കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണം. ഉപ്പ് കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം അത് ഒഴിച്ചതിന് ശേഷം കണ്ട ഇത്ര ഗോതമ്പ് മാവ് കുറച്ച് നാഴിക്ക് കുറച്ച് അരയെന്നും ഒരു ശകലം കൂടെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഉപ്പ് ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിനി ഇത് ഈ മാവ് കുഴച്ചെടുക്കാം. ചൂടുവെള്ളമാണ് കേട്ടോ, വെട്ടിത്തിളച്ച വെള്ളമല്ല, ഒരുവിധം ഒന്ന് ചൂടായ വെള്ളം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതാക്കണ്ട, നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ തിരികെ ഒരു തേങ്ങ എടുത്തില്ല കേട്ടോ, കുറച്ച് ഞാൻ മാറ്റി വെച്ചു. ഒരു തേങ്ങയുടെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പക്ഷേ ഏലക്ക ഇടും, ഏലക്ക ഇടാൻ ഞാൻ മോളടുത്ത് ചോദിച്ചു, മോളെ ഏലക്ക വേണോ? വേണ്ടമ്മ, ഏലക്കയുടെ ടേസ്റ്റ് പിടിക്കൂല അവർക്ക്, ഏലക്ക പറ്റൂല. അപ്പം നമുക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് നമുക്ക് മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. പക്ഷേ കുറച്ചാവുമ്പോൾ ഒത്തിരി ഒന്ന് ടേസ്റ്റ് കുറയും. ഇപ്പം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായി ഒന്ന് ഞെവിടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി എല്ലാം ആക്കി വെച്ചിരിക്കുന്ന ഇലയിലോട്ട് നമ്മൾ മാവെടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇങ്ങനെ ഉരുളകളാക്കി ഉരുളകളാക്കിയതിന് ശേഷം ഇങ്ങനെ പരത്തി ചെറുതായിട്ടൊന്ന് കൈ നനച്ചു കൊടുക്കണം കേട്ടോ. നല്ല ഇതായിട്ടങ്ങ് പോകുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ നമ്മൾ പൊടിച്ചതല്ലേ, പിന്നെ ഗോതമ്പ് മാവും കൂടെ ചേർത്തത്, അതുകൊണ്ട് കുറച്ച് മാവ് വെച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല കട്ടി കുറച്ച് കിട്ടും. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. കട്ടി കുറച്ചിട്ട് നമുക്ക് കട്ടി കുറച്ച് ഉണ്ടാക്കാം. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഈ പഞ്ചസാരയും തേങ്ങയും കൂടെ ഇട്ടത് നന്നായി ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം മറിച്ച് വെച്ച് അടുത്തതും ഇതുപോലെ പരത്തിയെടുക്കാം. ഇങ്ങനെ ബോൾ പിടിച്ചതിന് ശേഷം നമ്മൾ ഇലയിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് കൈ ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം നന്നായി ഒന്ന് പരത്താം. ഈ റവ ഉണ്ടയിലേക്ക് ഉണ്ടാകുന്ന കണ്ടില്ലെന്നൊന്നും ആരും പറയരുത്. ഗൈസ്, ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇലയപ്പം എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്, അഴുത്തി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്കിത് ആവിയേറ്റി എടുക്കാം, വേവിച്ചെടുക്കാം. എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചു. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് ഇതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെന്തതിന് ശേഷം കാണാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റവ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇളവി അത് നല്ല സൗണ്ട് വേണ്ട. പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്ന് അങ്ങ് വിട്ട് വരെയാണ്. എന്തോ ഒരു ഭംഗി കാണാൻ. അങ്ങനെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ശർക്കര വെച്ച് ഉണ്ടാക്കാം, ഏലക്ക വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷെ പഞ്ചസാരയും ചേർത്തിരിക്കുന്ന ഏലക്ക എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല പെട്ടെന്ന് തന്നെ നല്ല മയമാണ്. ഒടിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറക്റ്റ് മധുരം എല്ലാം ആയിട്ടുണ്ട്. നല്ല അതുണ്ട്, നല്ല മയമുണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.